നമസ്കാരം. ഇറാന് നേർക്ക് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് നടത്തുന്ന ആക്രമണം ഒരാഴ്ച പിന്നിടുകയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് രാജ്യങ്ങളെയും നേരിടാനുള്ള പ്രതിരോധ ശേഷി അവർക്കില്ല എന്നുള്ളതാണ് വാസ്തവം. തങ്ങളുടെ കൈവശമുള്ള സകലവിധ ആയുധങ്ങളും എടുത്ത് ഇസ്രായേലിലേക്കും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലേക്കുമൊക്കെ അയക്കുകയാണ് ഇപ്പോൾ ഇറാൻ ചെയ്യുന്നത്. ഇതിനൊരു പരിമിതിയുണ്ട്. വലിയ താമസമല്ലാതെ ഈ ഒരു ആക്രമണം അവർ നിർത്തേണ്ടി വരും. കാരണം അവരുടെ കൈവശമുള്ള ഏതാണ്ട് എല്ലാ ആയുധങ്ങളും തീരുന്ന ഘട്ടത്തിലേക്ക് ഇപ്പോൾ എത്തുകയാണ്. ഇവിടെ ഇപ്പോൾ ഇറാനിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇറാനിലെ പ്രധാനപ്പെട്ട സൈനിക മേധാവികൾ, ഉന്നത പദവിയിലുള്ള സൈനിക ഉദ്യോഗസ്ഥന്മാരെല്ലാവരും തന്നെ മുങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇവരാരും തന്നെ ഒരു ഓഫീസ് വരുന്നില്ല. ഇവരെങ്ങോട്ട് പോയി എന്ന് കൂടെയുള്ള സഹപ്രവർത്തകർക്ക് അറിയില്ല. ശരിക്കും പറഞ്ഞാൽ സ്വന്തം തടി രക്ഷിക്കാൻ വേണ്ടി ഇവർ പലരും എങ്ങോട്ടോ മുങ്ങിയിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. കാരണം അവർക്ക് ഇസ്രായേലിനെ വല്ലാതെ ഭയമുണ്ട്. തങ്ങൾ എവിടെ പോയി ഒളിച്ചാലും അവിടെ വന്ന് പിടികൂടുന്ന രാജ്യമാണ്, അല്ലെങ്കിൽ പിടികൂടി വധിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്ന് അറിയാവുന്നുള്ളത് കൊണ്ട് തന്നെ, ഒപ്പം അവർക്ക് കൂട്ടിന് അമേരിക്ക കൂടെ ഉള്ളപ്പോൾ അത് ഇരട്ടി ശക്തിയായി മാറും. അതുകൊണ്ട് തന്നെ ഇവർ പലരും ഇപ്പോൾ യുദ്ധഭൂമിയിൽ നിന്ന് മുങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്ന മുഴുവൻ അവിടുത്തെ സാധാരണക്കാരായ പട്ടാളക്കാരാണ്. ഈ പട്ടാളക്കാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. കാരണം അവർക്ക് മുകളിൽ നിന്നുള്ള ഉത്തരവനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഉത്തരവിടാൻ അർഹതയുള്ള അല്ലെങ്കിൽ അതിനുള്ള അധികാരമുള്ളവരാരും തന്നെ ഇപ്പോൾ ആ ഭാഗത്തേക്ക് എത്തി നോക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സാധാരണക്കാരായ സൈനികർ അനുഭവിക്കുന്ന വിഷമം, മാനസിക സമ്മർദ്ദം വളരെ കടുത്തതാണ്. ഇറാനിലെ പല പ്രതിപക്ഷ മാധ്യമങ്ങളും പറയുന്നത് ഈ സാധാരണക്കാരായ സൈനികർ പലരും ഇപ്പോൾ രാത്രി കിടന്നുറങ്ങുന്നത് അവരുടെ പട്ടാള ക്യാമ്പിന് പുറത്താണ് എന്നാണ്. കാരണം ഏത് നിമിഷമാണ് ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ ആക്രമണം ഉണ്ടാവുക എന്ന് ഭയന്ന് ഇവർ സൈനിക ക്യാമ്പുകളുടെ പുറത്ത് രാത്രി ഇറങ്ങി കിടക്കുകയാണെന്നാണ്. മാത്രവുമല്ല, ഇവരിൽ പലർക്കും ഈ ജോലി വിട്ടിട്ട് പോകണമെന്നും ആഗ്രഹമുണ്ട്. പക്ഷേ ഏത് നിമിഷം വേണമെങ്കിലും ഇസ്രായേൽ അല്ലെങ്കിൽ അമേരിക്ക തങ്ങൾക്ക് നേർക്ക് ആക്രമണം നടത്തുമെന്നും അങ്ങനെ ഈ ഇറാൻ എന്നുള്ള രാജ്യത്തെ സൈനിക കേന്ദ്രങ്ങൾ മുഴുവൻ അവർ നശിപ്പിക്കും എന്ന് ഇവർ വല്ലാതെ ഭയന്നിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഇതിന് ഉപോത്ബലമായ മറ്റൊരു കാര്യം കൂടെ പറയേണ്ടി വരും. ഇറാനിലെ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ ഇന്നൊരു ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അയൽ രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ തങ്ങൾ നേരത്തെ നടത്തിയ ആക്രമണം തെറ്റായിപ്പോയി എന്നും അത് ക്ഷമ ചോദിക്കുന്നു എന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഇങ്ങോട്ട് ആക്രമിച്ചാൽ മാത്രമേ തിരിച്ച് ആക്രമിക്കുകയുള്ളൂ എന്നും മറ്റു പല രാജ്യങ്ങളിലേക്കും തങ്ങൾ നടത്തിയ ആക്രമണം ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നടത്തിയ ആക്രമണം തന്നെയായിരിക്കാം, അത് ശരിയായിരുന്നില്ല എന്നുള്ള നിലപാടിലേക്ക് പെഷസ്കിയാൻ എത്തിയിരിക്കുന്നു. പക്ഷേ പെഷസ്കിയാനെ ഇത് പറയാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ അവിടുത്തെ പ്രസിഡന്റിനല്ല അധികാരം, അവിടുത്തെ സുപ്രീം കൗൺസിലുണ്ട്. ഈ കൗൺസിലിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നോ ആർക്കും അറിയില്ല. സാധാരണഗതിയിൽ അവിടുത്തെ പരമോന്നത മത നേതാവ് ഉള്ളപ്പോൾ ആ നേതാവാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിലപാട് എടുക്കേണ്ടത്. പെഷസ്കിയാനെക്കുറിച്ച് മറ്റൊരു പ്രശ്നം ഇറാനിലുള്ളത്, അദ്ദേഹം ഒരു പുരോഗമന ചിന്താധികാരനാണ് എന്നുള്ളതാണ്. കൂടാതെ അദ്ദേഹം പാശ്ചാത്യ രാജ്യങ്ങളോട് അല്പം ആഭിമുഖ്യം പുലർത്തുന്ന ഒരാളാണ് എന്നുള്ളൊരു ആരോപണം നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ പലപ്പോഴും പറഞ്ഞു വരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഖമേനി തൻ്റെ പിൻഗാമിയായി, അതായത് പരമോന്നത നേതാവ് സ്ഥാനത്തേക്കുള്ള പിൻഗാമിയായി പ്രഖ്യാപിക്കാത്തത് എന്നും പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ഏതായാലും പെഷസ്കിയാനും വല്ലാതെ ഭയന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫലത്തിൽ അദ്ദേഹം അമേരിക്കയോട് ഇസ്രായേലിനോടൊക്കെ തന്നെ അദ്ദേഹം മാപ്പ് ചോദിക്കുന്നതായിട്ടാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തൻ്റെ തടി കേടാകാതിരിക്കാൻ, തന്നെ ഒന്നും ചെയ്യരുത് എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹം ഇപ്പോൾ എത്തിയിരിക്കുന്നു. ചുരുക്കത്തിൽ ഇറാനിൽ ഇപ്പോൾ നടക്കുന്നത് നാഥനില്ലാ കളരി എന്നുള്ളൊരവസ്ഥയാണ്. കാരണം അവിടെ ആരാണ് ആ രാജ്യം ഭരിക്കുന്നതെന്നോ സൈനിക തലത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് അത് ആരൊക്കെയാണെന്നോ ഇതിനെ അധികാരപ്പെടുത്തിയിട്ടുള്ളവർ ആരാണെന്നോ ആർക്കും അറിയില്ല. കാരണം ഖമേനിക്കൊപ്പം കൊല്ലപ്പെട്ടത് അവിടുത്തെ വലിയൊരു നിര സൈനിക മേധാവികളാണ്, അതുപോലെ ഉന്നത പദവികളിലിരുന്ന ആളുകൾ തന്നെയാണ്. അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ അവിടെ ആരാണ് കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. പെഷസ്കിയാൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹത്തിന് വലിയ അധികാരമൊന്നും ഇല്ലാതെയാണ് ഇരിക്കുന്നതെങ്കിൽ പോലും ആ രാജ്യത്തെ പ്രസിഡന്റാണ്. പക്ഷേ പെഷസ്കിയാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനും സ്വതന്ത്രമായി ഒന്നും ചെയ്യാനും കഴിയുകയില്ല. ഫലത്തിൽ ഇറാൻ വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ നേരിടുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ അമേരിക്കയും ഇസ്രായേലും ആക്രമണം ശക്തമാക്കുകയാണെങ്കിൽ ഇറാൻ എന്ന രാജ്യം പോലും ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്നുള്ള കാര്യം അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളും സൈന്യവും അവിടുത്തെ പ്രസിഡൻറ്റും ഒക്കെ തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇനി അവരുമായി ഞങ്ങൾ ചർച്ച നടത്തുകയില്ല എന്നാണ്. പൂർണ്ണമായും കീഴടങ്ങാതെ ഇനി ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുകയില്ല എന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്രായേലും ഇതേ നിലപാട് തന്നെയാണ് പിന്തുടരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവിടുത്തെ സൈനിക മേധാവികൾ പലരും ഓടി ഒളിക്കുന്നതും സാധാരണക്കാരായ സൈനികർ ഇസ്രായേലിൻ്റെ മിസൈലേറ്റ് മരിക്കുന്നതും. ഒപ്പം പെഷസ്കിയാനെ പോലെയുള്ള ആളുകൾ ഒരുപക്ഷെ മാപ്പ് പറഞ്ഞ് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് രാഷ്ട്രീയ അഭയം തേടി രക്ഷപ്പെടുമോ എന്ന് പോലും സ്വാഭാവികമായും സംശയം വരുന്നുണ്ട്. നേരത്തെ അയത്തുള്ള അലി ഖമേനി ജീവിച്ചിരുന്ന സമയത്ത് തന്നെ അവിടെ നടന്ന ജനകീയ പ്രക്ഷോഭം ശക്തമാവുകയാണെങ്കിൽ റഷ്യയിലേക്ക് രക്ഷപ്പെടാൻ അവർ പദ്ധതി തയ്യാറാക്കിയിരുന്നു എന്നാണ് പറയപ്പെട്ടിരുന്നത്. ഏതായാലും അതിനിടയാകാതെ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും
ഇറാൻ്റെ സ്ഥിതി പരുങ്ങലിൽ തന്നെയാണ്. എന്തൊക്കെ നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങൾ വാഴ്ത്തുപാട്ടുകൾ നടത്തിയാലും ഇറാൻ വല്ലാത്ത പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്നു. അവർക്ക് സൈന്യത്തിനിടയിലുണ്ടായ ഈ ഒരു അതൃപ്തിയും പെഷസ്ക്യാൻ മാപ്പ് പറയേണ്ട അവസ്ഥയൊക്കെ വന്ന ഒരു സമയത്ത് ഇനി അങ്ങോട്ടുള്ള ദിനങ്ങൾ കഠിനമാകും എന്നുള്ള കാര്യം ഇറാനിലെ നേതാക്കൾക്ക് നന്നായിട്ട് അറിയുക തന്നെ ചെയ്യാം.